ഹായ് ഓൾ, അസ്സാം വലൈക്കും വറഹമത്തല്ലാഹി വബർക്കാത്തുഹു. വെൽക്കം ബാക്ക്. എന്തൊക്കെ എല്ലാവരും വിശേഷങ്ങളൊക്കെ സുഖമാണെന്ന് വിചാരിക്കണ്. അൽഹംദുലില്ലാ, ഞങ്ങളും റാഹത്തായിട്ട് പോകണം. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ട് സപ്പോർട്ട് ചെയ്യുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതുവരെ തന്ന സപ്പോർട്ടിന് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട്. ഇനിയും നിങ്ങളെ സപ്പോർട്ട് ഉണ്ടാവും ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് കാണാം. അങ്ങനെ നമ്മളെ റമദാൻ നമ്മളെ വിട്ട് പിരിഞ്ഞു കൊണ്ടിരിക്കുകയാണ്. ഇന്ന് 13 ഇൻഷാ അല്ലാഹ്. ബാക്കിയുള്ള നോമ്പും കൂടി നമുക്ക് പിടിക്കാല്ലേ ആരോഗ്യം അല്ലാഹ് തരട്ടെ ഇൻഷാ അല്ലാഹ്. അപ്പോൾ നമ്മൾ 2 ദിവസം മുന്നേ എടുത്ത വ്ളോഗാണ് കേട്ടത്. അപ്പോൾ ഒന്ന് ചെറിയൊരു നോമ്പ് തുറണ്ട്. നോമ്പ് തുറ എന്ന് പറഞ്ഞാൽ നാത്തുമാരും എല്ലാവരും ഒന്നുമില്ല, ചെറിയ നാത്തൂനും മളേനും മാത്രം വന്നിട്ടുള്ളൊരു ദിവസമാണ്. അപ്പോൾ നമ്മളിപ്പം മരിച്ചിട്ട് 5 മാസം തികഞ്ഞിട്ടോ ഈ 30-ാം തീയതിക്കൊക്കെ. അപ്പോൾ വലിയൊരു തുറവിയും കാര്യം അതുപോലെ പെരുന്നാളും കാര്യമൊന്നും ഞങ്ങൾക്കില്ല. അപ്പോൾ അതൊന്നും ഉണ്ടാക്കാനൊരു മൂഡില്ല. എന്നാലും അൽഹംദുലില്ലാ ഓലെല്ലാ പ്രാവശ്യം തുറക്കാൻ വരലുണ്ട്. ചെറിയ നാത്തൂനും അളിയനും എന്തായാലും വരലുണ്ടെന്നല്ല, എല്ലാ പ്രാവശ്യം തുറവിയൊക്കെ ഉണ്ടാക്കലുണ്ട് ചെറുതായിട്ടൊക്കെ. അപ്പോൾ ഇപ്രാവശ്യം മൂലന്മാരുടെ അടുത്തൊന്ന് വന്ന് തുറന്ന് പോകണം ഉണ്ടായിരുന്നു. അങ്ങനെ ഓല് വന്നതാണ്. അപ്പോൾ നമ്മൾ പെട്ടെന്നുള്ളൊരു കടിപുടി എന്ന് പറയാം, അങ്ങനത്തെ ഒരു തുറവിയാണ് കേട്ടോ. കാരണം എന്താ വെച്ചാൽ കാക്കു ഇവിടെ ഉണ്ടാവില്ലല്ലോ. 2 ദിവസം കൂടുമ്പോൾ 1-2 അങ്ങനെയൊക്കെ കാക്കു വീട്ടിലുണ്ടാവുള്ളൂ. അപ്പം ഇന്നിട്ട് വന്നാൽ ചിലപ്പോൾ ഇന്ന് തന്നെ ഒരു ലോഡിന് വിളിക്കുകയാണെങ്കിൽ അങ്ങനെ പോകേണ്ടി വരും. അങ്ങനെ പെട്ടെന്ന് രാവിലെ കാക്കു വണ്ടിയിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ അങ്ങനെ അവർ വിളിച്ചതാണ്. അതുകൊണ്ട് നമുക്ക് ഒരുപാട് ഐറ്റംസും കാര്യമൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ചെറുമട്ടത്തിലില്ല ഒരു തുറവി അങ്ങനെ. അതാണിപ്പോൾ. അപ്പോൾ നമ്മളിന്ന് നോമ്പ് തുറക്ക ഉണ്ടാക്കുന്ന സ്പെഷ്യൽ എന്തൊക്കെയാ വെച്ചാൽ ബിരിയാണി ഉണ്ടാക്കണില്ല കേട്ടോ. ബിരിയാണി, മന്തി, ഇങ്ങനെ ചോറ് ഐറ്റംസ് ഒന്നുമില്ല. പത്തിരി മതി എന്ന് ആദ്യം ഒരു പറഞ്ഞിരുന്നു. തുറക്കാൻ വരുമ്പോൾ അവർക്ക് അതുണ്ടാക്കിയാൽ മതി. അപ്പം വലിയ തുറവിൻ്റെ ഒരു ഇതൊന്നും ഇല്ലല്ലോ, മൂടില്ലല്ലോ. അപ്പോൾ അത് കാരണം ഞങ്ങൾ ചോറും പരിപാടിക്കൊന്നും നിന്നിട്ടില്ല. അപ്പം നമ്മൾ പത്തിരി ഉണ്ടാക്കുന്നുണ്ട്, ചിക്കൻ കറിയും പിന്നെ ബീഫ് ഫ്രൈ ഉണ്ടാക്കണം. പിന്നെ അതുപോലെ സ്നാക്കായിട്ട് സമൂസ, കട്ട്ലറ്റ് ഇതൊക്കെ ഉണ്ടാക്കണുള്ളൂ. അങ്ങനെ ഒരു സിമ്പിൾ തുറവി അതൊക്കെയാണ് കേട്ടോ. അപ്പോൾ നാത്തൂന് 12 മണിയായപ്പോഴത്തേന് നാത്തൂനും കുട്ടികളും എത്തിക്കണം. അളിയൻ തുറക്കാനാകുമ്പോഴത്തേന് എത്തുള്ളൂ. പിന്നെ വലിയ നാത്തൂൻ്റെ മോളും മരുമോനും ഓരും ഉണ്ടായിരുന്നു കേട്ടോ. ഓര് പെട്ടെന്ന് ഉണ്ടായ വിളിയാണ്. അങ്ങനെ ഓരും എത്തിക്കണം നോമ്പ് തുറക്ക്. അപ്പോൾ ഞങ്ങൾ അടുപ്പിലൊക്കെ കത്തിച്ച് ഉഷാറായിട്ട് പത്തിരിപ്പണിക്ക് നിന്നിക്കണം കേട്ടോ. ആദ്യം തന്നെ പൊടി വാട്ടി പത്തിരിപ്പണിയാണ് എടുക്കുന്നത്. അത് കഴിഞ്ഞതിന് ശേഷമാണ് ബാക്കിയുള്ളതൊക്കെ ചെയ്യണത്. അപ്പോൾ ഒന്ന് കുറച്ച് കൂടുതൽ പൊടി വേണ്ടേ. അപ്പോൾ വാട്ടാനും കുഴക്കാനും പരത്താനൊക്കെ നമ്മളമ്മ എല്ലാത്തിനും ഒപ്പം നമ്മളെ കൂടെ ഉണ്ട് കേട്ടോ. പിന്നെ പൊറാട്ടയും ഉണ്ട് കേട്ടോ. പത്തിരി മാത്രമല്ല, പത്തിരിയും പൊറാട്ടയും കൂടിയാണ്. അങ്ങനെ ഒരു സൈഡിൽ കട്ട്ലേറ്റ് ഉണ്ടാക്കുന്നുണ്ട്, പിന്നെ ഒരു സൈഡിൽ സമൂസ ഉണ്ടാക്കുന്നുണ്ട്. ഞങ്ങൾ നേരത്തെ തന്നെ തുടങ്ങി കേട്ടോ, പെട്ടെന്ന് പണി തീരാൻ വേണ്ടിയിട്ട്. അങ്ങനെ തുറക്കാനുള്ള സംഭവങ്ങളൊക്കെ ഏകദേശം റെഡി ആയി കിട്ടിയിരിക്കണം കേട്ടോ. പിന്നെ നമുക്ക് പൽസക്കുള്ള അളിയനും ഓലൊക്കെ ഇവിടെ വിരുന്നാണ്. അപ്പോൾ
പലിച്ചക്ക് ചോറൊക്കെ ഉണ്ടാക്കണ്ടേ. അപ്പോൾ ചോർക്ക് എന്താ കറിയായിട്ട് ചിരങ്ങയാണ് ഉണ്ടാക്കുന്നത്. ചിരങ്ങ താളിച്ച് പയറുപ്പേരിയൊക്കെ ഉണ്ടാക്കാനുള്ള പ്ലാനാണ്. പിന്നെ ബീഫ് ഫ്രൈ ആക്കണം, പപ്പടം പൊരിക്കണം. ഇതൊക്കെയാണ് ഇപ്പോൾ പലിച്ചക്ക് ഉണ്ടാക്കുന്നത് കേട്ടോ. വണ്ടിക്ക് പഞ്ചറായി, ശരിയാക്കാൻ ആള് വന്നിട്ട് കേട്ടോ. ഐസ് മുത്തപ്പ
അങ്ങനെ നോമ്പൊക്കെ തുറന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നിക്കണം എല്ലാവരും. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ.